നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ പാർവതി. പ്രധാന വാർത്തകൾ. കാറ്റിലും മഴയിലും തെന്മലയിൽ വീടിനു മുകളിലേക്ക് മരച്ചില്ല വീണ് വീട് പൂർണ്ണമായും തകർന്നു. കൈക്കുഞ്ഞുൾപ്പെടെ അമ്മയും മകളും രക്ഷപ്പെട്ടു. അഞ്ചൽ വിദ്യാഭ്യാസ ഉപജില്ല സ്കൂൾ കലോത്സവം പുരോഗമിക്കുന്നു. പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ OP കൌണ്ടർ DMO പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. വാർത്തകൾ വിശദമായി. തെന്മലയിൽ ശക്തമായ കാറ്റിലും മഴയിലും മരച്ചില്ല വീണ് വീട് പൂർണ്ണമായും തകർന്നു. വീട്ടിലുണ്ടായിരുന്ന അമ്മയും മകളും കൈക്കുഞ്ഞും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. തെന്മലയിൽ കാറ്റും മഴയും ശക്തമായതിനെ തുടർന്ന് മരത്തിന്റെ ചില്ല ഒടിഞ്ഞു വീണ് വീട് പൂർണ്ണമായും തകർന്നു. അപകടത്തിൽ നിന്നും വൃദ്ധയായ സ്ത്രീയും മകളും മകളുടെ കൈക്കുഞ്ഞും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. തെന്മല MSL ശാരിക വിലാസത്തിൽ ശാരികയുടെ വീടാണ് തകർന്നത്. അമ്മയോടൊപ്പം കൈക്കുഞ്ഞുമായി വീട്ടിൽ കിടന്നുറങ്ങുകയായിരുന്നു ശാരിക. വെള്ളിയാഴ്ച രാത്രി 7 മണിയോടെയാണ് വൻമരത്തിന്റെ വലിയ ശിഖരം ഒടിഞ്ഞു വീണത്. കിഴക്കൻ മേഖലയിൽ വെള്ളിയാഴ്ച രാവിലെ മുതൽ അതിശക്തമായ കാറ്റും മഴയും ആരംഭിച്ചിരുന്നു. മരം ജീവന് ഭീഷണിയാണെന്ന് കാട്ടി ശാരിക തെന്മല ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർക്ക് മാസങ്ങൾക്ക് മുൻപ് പരാതി നൽകിയിരുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ വനപാലകർ എത്തി മരത്തിൽ നമ്പർ പതിപ്പിച്ചു പോയതല്ലാതെ പിന്നീട് ആ വഴി വന്നിട്ടില്ല. മരം വീണ് വീട് തകർന്നത് വനപാലകരെ അറിയിച്ചിട്ടും സ്ഥലം സന്ദർശിക്കാനും ഇവർ കൂട്ടാക്കിയിട്ടില്ല. സ്ത്രീകൾ മാത്രമുള്ള വീട്ടിൽ മരം വീണതറിഞ്ഞ് രാത്രി നാട്ടുകാരും തെന്മല ഇലക്ട്രിസിറ്റി ബോർഡിലെ ചില ജീവനക്കാരും ചേർന്നാണ് മരം മുറിച്ചുമാറ്റിയത്. സ്ഥലം വില്ലേജ് ഓഫീസറെ വിവരം അറിയിച്ചിട്ടുണ്ടെന്നും പട്ടയം ഇല്ലാത്തതിനാൽ അധികൃതർ അവഗണിക്കുമോ എന്ന ആശങ്കയുണ്ടെന്നും ശാരിക പറയുന്നു. ഇന്നലെ വൈകിട്ട് 6 മണിക്കായിരുന്നു. ഞാനും പിള്ളേരും മാത്രമേ ഉള്ളായിരുന്നു. മരം ഒടിഞ്ഞ് വീഴുമ്പോൾ ഞെരിക്കുന്ന കേട്ടുകൊണ്ട് ഞങ്ങൾ ഇറങ്ങി ഓടുമായിരുന്നു. അപ്പോഴത്തേക്ക് പിന്നെ ആൾക്കാരൊക്കെ വന്ന് വീട് മൊത്തത്തിൽ 2 റൂം മൊത്തത്തിൽ തകർന്നു പോയി. സാധനങ്ങളൊക്കെ ഒരുപാട് നശിച്ച്. ഇനി എന്താണെന്ന് വെച്ചാൽ ഈ മരങ്ങൾ മുറിച്ച് മാറ്റാനുള്ള ഇത് ചെയ്തു തരണം. അടുത്ത് പണ്ടൊരു അപേക്ഷ കൊടുത്തായിരുന്നു. പക്ഷെ അതിൽ നടപടിയൊന്നും നമ്പറിട്ട് അല്ലാതെ ഒരു നടപടിയും ഉണ്ടായില്ല. ഞങ്ങൾ 2 പിള്ളേരെയും കൊണ്ടാണ് കഴിക്കുന്നത്. കൊച്ചു പിള്ളേരാണ്. ഇത് പെട്ടെന്ന് മരങ്ങൾ മുറിച്ച് മാറ്റാനുള്ള ഒരു ഇത് ഉണ്ടാക്കി തന്നാൽ മതി. ന്യൂസ് ബ്യൂറോ, തെന്മല. അഖില ഭാരത അയ്യപ്പ സേവാ സമാജം പത്തനാപുരം താലൂക്ക് സമിതിയുടെ ആഭിമുഖ്യത്തിൽ പത്തനാപുരത്ത് നാമജപ യജ്ഞം സംഘടിപ്പിച്ചു. പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് അയ്യപ്പ ഭക്തരോട് കാണിക്കുന്ന അവഗണനയിൽ പ്രതിഷേധിച്ചാണ് നാമജപ യജ്ഞം സംഘടിപ്പിച്ചത്. RSS ജില്ലാ ശാരീരിക് പ്രമുഖ് P. അനിൽകുമാർ ഉദ്ഘാടനം ചെയ്ത നാമജപ യജ്ഞത്തിൽ അയ്യപ്പ സേവാ സംഘം താലൂക്ക് സെക്രട്ടറി R. ശംഭു അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് ഭരണസമിതിക്ക് നല്ല ബുദ്ധി തോന്നാൻ അയ്യപ്പനോട് പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങുന്ന നാമജപയജ്ഞം സമരത്തിന്റെ തുടക്കമാണെന്നും തുടർന്നും പഞ്ചായത്ത് സമിതിയുടെ നിലപാടിൽ മാറ്റമില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾ ആരംഭിക്കുമെന്നും അധ്യക്ഷ പ്രസംഗത്തിനിടയിൽ R. ശംഭു സൂചിപ്പിച്ചു. സംസ്ഥാനത്തെ ഖജനാവിലേക്ക് ഏറ്റവും കൂടുതൽ പണമെത്തുന്നത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും കൂടി ലക്ഷക്കണക്കിന് ഭക്തന്മാർ എത്തുന്ന ശബരിമല തീർത്ഥാടനത്തിലൂടെയാണെന്നും പത്തനാപുരത്ത് അയ്യപ്പ ഭക്തന്മാർക്ക് ഇടത്താവളം ഒരുക്കാതിരുന്നത് കടുത്ത അവഗണനയാണെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ P. അനിൽകുമാർ സൂചിപ്പിച്ചു. കാലാകാലങ്ങളിൽ അയ്യപ്പ ഭക്തന്മാർക്ക് പ്രാഥമിക സൌകര്യങ്ങളും ഇടത്താവളവും ഒരുക്കാൻ പഞ്ചായത്തിന് അനുവദിക്കുന്ന തുക വകമാറ്റി ചിലവഴിക്കുകയാണ്. ഈ വർഷവും ഈ നടപടി തന്നെയാണ് തുടരുന്നത്. സംസ്ഥാനത്ത് അയ്യപ്പ ഭക്തന്മാർക്കെതിരെ നടന്ന ആക്രമണങ്ങളിൽ ഏറെയും പത്തനാപുരം മേഖലയിലാണ് സംഭവിച്ചിട്ടുള്ളത് എന്നത് ആശങ്കാജനകമാണ്. തുടർന്നുള്ള ദിവസങ്ങളിൽ ശക്തമായ സമരപരിപാടികളിൽ കൂടി അയ്യപ്പ ഭക്തന്മാരുടെ അവകാശമായ ഇടത്താവളം നേടിയെടുക്കാൻ പരിശ്രമിക്കുമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചു. BJP നിയോജക മണ്ഡലം സെക്രട്ടറി രാജഗോപാൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഹിന്ദു ഐക്യവേദി താലൂക്ക് പ്രസിഡന്റ് P. ശശിധരൻ പിള്ള ആശംസകൾ അർപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പത്തനാപുരം ഗ്രാമപഞ്ചായത്തിനെതിരെ ഹൈന്ദവ സംഘടനകൾ നടത്തിയ പ്രതിഷേധം ന്യായമാണെന്ന് UDF കൌൺസിലർമാരായ ഉസ്മാൻ സാഹിബ്, OM ജമാൻ എന്നിവരാണ് ഈ കാര്യം അറിയിച്ചത്. പത്തനാപുരം ഗ്രാമപഞ്ചായത്തിനെതിരെ ഹൈന്ദവ സംഘടനകൾ നടത്തിയ പ്രതിഷേധം ന്യായമാണെന്ന് ഗ്രാമപഞ്ചായത്ത് UDF അംഗങ്ങളായ ഉസ്മാൻ സാഹിബും OM ജമാലും പറഞ്ഞു. പത്തനാപുരം ഗ്രാമപഞ്ചായത്തിൽ അയ്യപ്പ ഭക്തന്മാർക്കായി ഇടത്താവളം ഒരുക്കുന്നതിന് ഫണ്ട് മാറ്റിവെച്ചെങ്കിലും പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള
ഭരണസമിതി ഫണ്ട് വകമാറ്റി ചെലവഴിച്ചതായി സംശയിക്കുന്നതായി ഉസ്മാൻ സാഹിബ് പറഞ്ഞു. പത്തനാപുരം ഗ്രാമപഞ്ചായത്തിന്റെ അയ്യപ്പ ഭക്തന്മാരോടുള്ള അവഗണനയ്ക്ക് വർഷങ്ങളുടെ ദൈർഘ്യമുണ്ടെന്നും ഹൈന്ദവ സംഘടനകളുടെ പ്രതിഷേധം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി വരുത്തിവെച്ചതാണെന്നും ഭരണസമിതിയുടെ അയ്യപ്പ ഭക്തന്മാരോടുള്ള അവഗണനയ്ക്ക് എതിരെ പഞ്ചായത്തിലെ UDF അംഗങ്ങളും പ്രതിഷേധത്തിലാണെന്ന് അവർ അറിയിച്ചു. സാമുദായികമായ ഒരു പ്രശ്നം മാത്രമല്ല, പത്തനാപുരത്തെ സംബന്ധിച്ച് ഇത്രത്തോളം അയ്യപ്പ ഭക്തന്മാർ ഈ വഴി കടന്നു പോകുന്ന ഒരു പ്രദേശമെന്ന നിലയ്ക്ക് ഇടത്താവളമായി ഉപയോഗിക്കുന്നതിന് നിലയ്ക്ക് അവർക്ക് ഒരു അടിസ്ഥാന സൗകര്യം ഒരുക്കേണ്ടത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. കഴിഞ്ഞ ബഡ്ജറ്റിൽ അതിന് തുക വകയുന്നു. പക്ഷേ അത് പ്രാവർത്തികമാക്കാൻ അല്ലെങ്കിൽ അത് പൂർത്തിയാക്കാൻ ഈ ഭരണസമിതിക്ക് സാധിക്കില്ല എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമാണ്. ഇത് വളരെ അത്യാവശ്യമായ അല്ലെങ്കിൽ ആവശ്യമായ ഒരു സമരം തന്നെയാണ്. ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കാതെ കഴിഞ്ഞ 8-9 മാസക്കാലം കൊണ്ട് അതിനുള്ള നടപടികൾ പൂർത്തിയാക്കി ഈ മണ്ഡലകാലത്ത് അയ്യപ്പ ഭക്തന്മാർക്ക് സൗകര്യമൊരുക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ പഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിയുമായിരുന്നു. അതിൽ ഭരണസമിതിക്ക് അതൊരു വീഴ്ച തന്നെയാണ്. ഇന്ന് നടന്ന സമരത്തോട് 100% ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ ആണ് ഞങ്ങൾ. എന്തുകൊണ്ട് പ്രാവർത്തികം അല്ലെങ്കിൽ ഫലത്തിൽ വരുത്താൻ ഈ വികസനം നടത്തുവാൻ ഈ ഒരു സൗകര്യം ഒരുക്കുവാൻ എന്തുകൊണ്ട് കഴിഞ്ഞില്ല എന്നും ആ പണം എവിടെയെന്നും അല്ലെങ്കിൽ അത് എന്ത് ചെയ്തു, വകമാറ്റിയോ മറ്റു കാര്യങ്ങളെക്കുറിച്ച് വിശദമായി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കാര്യത്തെക്കുറിച്ച് അടുത്ത കമ്മിറ്റിയിൽ ഗൗരവമായി ചോദിച്ച് അതിന്റെ നിജസ്ഥിതി അറിയാനാണ് UDF അംഗങ്ങൾ ശ്രമിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. സർവീസിൽ നിന്നും വിരമിച്ച പത്തനാപുരം അഡീഷണൽ തഹസീൽദാർ മുട്ടറ ഉദയഭാനുവിന് യാത്രയയപ്പ് നൽകി. യാത്രയയപ്പ് സമ്മേളനം കൊല്ലം ജില്ലാ കളക്ടർ B. മോഹനൻ ഉദ്ഘാടനം ചെയ്തു. സർവീസിൽ നിന്നും വിരമിക്കുന്ന പത്തനാപുരം അഡീഷണൽ തഹസീൽദാർ മുട്ടറ ഉദയഭാനുവിന് പത്തനാപുരം താലൂക്ക് റിപ്പബ്ലിക് ദിനാഘോഷ കമ്മിറ്റി, ജനകീയ കവിതാവേദി, കേരള ഫോക്കസ് മാസിക എന്നിവയുടെ നേതൃത്വത്തിൽ സൌഹൃദ സംഗമവും യാത്രയയപ്പും സംഘടിപ്പിച്ചു. കഴിഞ്ഞ 30 വർഷമായി ഔദ്യോഗിക കൃത്യനിർവഹണത്തിലൂടെ ഏറെ ജനകീയനായ സർക്കാർ ജീവനക്കാരനാണ് മുട്ടറ ഉദയഭാനു. ഇദ്ദേഹം കലാസാഹിത്യ സാമൂഹ്യ സേവന രംഗങ്ങളിൽ നിറസാന്നിധ്യമാണ്. സൌഹൃദ സംഗമത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച കവി സദസ്സും ചിത്രപ്രദർശനവും വേറിട്ട് നിന്നു. കൊഞ്ചി കുഴഞ്ഞു മറിഞ്ഞ് മറവിൽ നിന്ന് പുറന്തള്ളുന്നതും മായക്കാഴ്ചകളുടെ പൊലിമയിൽ ലഹരിയുടെ ദ്രുതതാളമേറുന്നതും മഞ്ഞലോകത്തിന്റെ ആകാശയാത്രയിൽ വിരുന്നൊരുക്കുന്നവൾ ഒത്താശ ചെയ്യുന്നതും മഞ്ഞലോകത്തിന്റെ ആകാശയാത്രയിൽ വിരുന്നൊരുക്കുന്നവൾ ഒത്താശ ചെയ്യുന്നതും കള്ളികളിൽ ഉലയാതെ രാക്ഷസ പരീക്ഷകൾ സ്വച്ഛന്തം വിലസുന്നതും കണ്ടിട്ട് നീ ഞെട്ടുകയും അരുത്. യാത്രയയപ്പ് സമ്മേളനം കൊല്ലം ജില്ലാ കളക്ടർ B. മോഹനൻ IAS ഉദ്ഘാടനം ചെയ്തു. നമ്മളൊക്കെ ദൈവത്തിനോടാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പൊ ഭൂമിയിലെ ദൈവങ്ങളാണ് ഉദ്യോഗസ്ഥന്മാർ. അതാണ് മുട്ടറ ഉദയഭാനുവിന്റെ അടുത്ത് ഒരാൾ അപേക്ഷ എഴുതി കൊടുക്കുമായി പ്രേ തഹസിൽദാർ എന്ന് പറഞ്ഞാൽ തഹസിൽദാർ അങ്ങ് ഈ ഭൂമിയിലെ ദൈവമാണ് എന്നാണ് അർത്ഥം. അപ്പൊ ദൈവമേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് ഒരാൾ ഒരു അപേക്ഷയായിട്ട് വരുന്ന സമയത്ത് അയാൾ നെഞ്ചത്ത് നോക്കി തൊഴി കൊടുക്കാത്ത ഒരു ഉദ്യോഗസ്ഥനാണ് ഉദയഭാനു. അത് പറയാനാണ് ഞാൻ ഇത്രയും ആമുഖമായിട്ട് ഞാൻ പറഞ്ഞത്. മാന്യമായിട്ട് പെരുമാറണം. ഒരുപക്ഷെ ഒരു കാര്യം നമുക്ക് അതാണ് ഗാന്ധി സാർ അടിവരയിട്ട് പറഞ്ഞ കാര്യമാണ്. ഒരു കാര്യം ഒരു ഉദ്യോഗസ്ഥനായിരുന്നാലും ഏത് അധികാരം ബഹുമാനപ്പെട്ട മന്ത്രിക്കായിരുന്നാലും ബഹുമാനപ്പെട്ട MLA-ക്കായിരുന്നാലും ആർക്കായിരുന്നാലും സാധിച്ചു കൊടുക്കാൻ കഴിയില്ല എങ്കിൽ, നിയമപരമായിട്ട് സാധിക്കാൻ കഴിയില്ല എങ്കിൽ എവിടെ സഹായിക്കാൻ പറ്റും, എവിടെ ഉള്ളവർക്ക് ഹയർഅപ്സിന് സഹായിക്കാൻ പറ്റും എന്ന് പറഞ്ഞു കൊടുക്കാൻ കൂടിയുള്ള ബാധ്യത, പറ്റുമെങ്കിൽ അവരെ ഒന്ന് വിളിച്ചോ റിക്വസ്റ്റ് ചെയ്ത് അറിയിക്കാൻ കൂടിയുള്ള ഒരു ബാധ്യത ഒരു സാമൂഹ്യ ജീവി എന്നുള്ള നിലയിൽ, ഒരു പച്ചയായ മനുഷ്യൻ എന്നുള്ള രീതിയിൽ, മനുഷ്യൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ മറ്റുള്ളവന് വേണ്ടി സേവനം അർപ്പിക്കുന്നവൻ ചെയ്യുന്നവൻ ഏതവരാണോ അവരാണ് മനുഷ്യൻ. അതാണ് മനുഷ്യന്റെ അർത്ഥം എങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാരും മനുഷ്യരാണ്. പുനലൂർ MLA അഡ്വക്കേറ്റ് K. രാജു അധ്യക്ഷത വഹിച്ചു. ജനകീയ കവിതാവേദി പ്രസിഡന്റ് KK ബാബു സ്വാഗതം പറഞ്ഞു. ചടങ്ങിൽ മുട്ടറ ഉദയഭാനു രചിച്ച അമൃതനന്ദിനി തീരത്ത് എന്ന പുസ്തകവും പ്രകാശനം ചെയ്തു. അടുത്തതായി ജനകീയ കവിതാ വേദിയുടെ പേരിലുള്ള പുരസ്കാരം അഡ്വക്കേറ്റ് K.
കെ സുരേന്ദ്രൻ, ഡോക്ടർ KT തോമസ്, VP ഉണ്ണികൃഷ്ണൻ, സുരേഷ് ശിവദാസ്, അഡ്വക്കേറ്റ് F കാസ്ലസ് ജൂനിയർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയന് നൽകുവാൻ തൂക്കുപാലത്തിന്റെ മാതൃക ഏരിയ സെക്രട്ടറി MA രാജഗോപാലിന് കൈമാറി. പഗടി കോമളംകുന്ന് സ്വദേശി അക്ബറാണ് തൂക്കുപാലം നിർമ്മിച്ചത്. CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയന് നൽകുവാൻ പുനലൂർ പഗടിയിൽ സ്വദേശി നിർമ്മിച്ച തൂക്കുപാലത്തിന്റെ മാതൃക CPM പുനലൂർ ഏരിയ സെക്രട്ടറി MA രാജഗോപാലിന് കൈമാറി. സഖാവ് അക്ബർ ഏതാണ്ട് 2 മാസ കാലയളവിലെ രാവുകൾ പകലാക്കിയാണ് ഈ തൂക്കുപാലം തീർത്തിട്ടുള്ളത്. അക്ബറിനെ സംബന്ധിച്ചിടത്തോളം അക്ബറിന്റെ ഒരു സ്വപ്ന ശില്പമാണിത്. അദ്ദേഹം ഇത് നിർമ്മിക്കാനെടുത്ത ഒരു പരിശ്രമം നമ്മൾ കണക്കെടുത്ത് നോക്കിയാൽ വിലമതിക്കാനാവാത്ത ഒരു ശില്പമാണ്. അക്ബർ തന്നെയാണ് അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന് വേണ്ടി പടപൊരുതുന്ന നേതാവെന്നുള്ള നിലയിൽ പിണറായി വിജയന് ഇത് സമ്മാനിക്കണം എന്ന ആശയം പാർട്ടി പുനലൂർ ഏരിയ കമ്മിറ്റിയുമായി ചർച്ച ചെയ്യുകയും ഇത് പാർട്ടി ഏരിയ കമ്മിറ്റിക്ക് നൽകുകയും ചെയ്തിട്ടുള്ളത്. ആ കാര്യത്തിൽ പാർട്ടി ഏരിയ കമ്മിറ്റി അക്ബറിനോട് നന്ദി രേഖപ്പെടുത്തുകയാണ്. അക്ബറിന്റെ ആഗ്രഹപ്രകാരം ഇന്നിത് പിണറായി വിജയന് സമർപ്പിക്കും. ആർട്ടിസ്റ്റായ പഗടിയിൽ കോമളംകുന്ന് അലിഫ് മൻസിലിൽ അക്ബർ 2 മാസം കൊണ്ടാണ് പുനലൂർ തൂക്കുപാലത്തിന്റെ മാതൃക നിർമ്മിച്ചത്. തേക്ക്, മുള, പനയോല എന്നിവ കൊണ്ടാണ് പാലം നിർമ്മിച്ചിരിക്കുന്നത്. കഠിനമായ പരിശ്രമവും സൂക്ഷ്മതയുമാണ് പാലം യാഥാർത്ഥ്യമാക്കാൻ സഹായിച്ചതെന്ന് അക്ബർ പറഞ്ഞു. 2 മാസം നിർമ്മിക്കാൻ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ് മുളക്കീറുകൾ, പനയോല, തേക്കുകൾ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ നേരത്തെ തൂക്കുപാലം തന്നെ നിർമ്മിച്ച് കൊടുത്തിട്ടുണ്ട്. ഈഫൽ ടവറാണ് പിന്നെ നിർമ്മിച്ചത്. അത് മുളക്കീറുകൾ മാത്രം കൊണ്ടാണ്. 3ാം തവണയാണ് അക്ബർ തൂക്കുപാലം നിർമ്മിക്കുന്നത്. ഈഫൽ ടവർ മുൻപ് നിർമ്മിച്ചിട്ടുണ്ട്. 13 കണറ പാലത്തിന്റെ പണിപ്പുരയിലാണ് ഇപ്പോൾ അക്ബർ. ന്യൂസ് ബ്യൂറോ, പുനലൂർ. അംഗൻവാടി ജീവനക്കാർ പത്തനാപുരം സാമൂഹ്യക്ഷേമ വകുപ്പ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. കൊട്ടാരക്കര MLA അഡ്വക്കേറ്റ് P ആയിഷ പോറ്റി ധർണ ഉദ്ഘാടനം ചെയ്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് അംഗൻവാടി ജീവനക്കാർ പത്തനാപുരം സാമൂഹ്യക്ഷേമ വകുപ്പ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. പത്തനാപുരം പഞ്ചായത്ത് പടിക്കൽ നിന്നും ആരംഭിച്ച മാർച്ച് സാമൂഹ്യക്ഷേമ വകുപ്പ് ഓഫീസർ പടിക്കൽ സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ കൊട്ടാരക്കര MLA അഡ്വക്കേറ്റ് P ആയിഷ പോറ്റി ഉദ്ഘാടനം ചെയ്തു. കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിന്റെ അടിത്തറവാകാൻ വേണ്ടി ഏറ്റവും വലിയ പ്രയത്നം നടത്തുന്ന ഒരു വിഭാഗമാണ് അംഗൻവാടി വർക്കർമാരും ഹെൽപ്പർമാരും അടങ്ങുന്ന ഈ വിഭാഗം. ഒരു കുട്ടി എങ്ങനെയായിരിക്കും വലുതാവുമ്പോഴെന്നുള്ളതിന് നമ്മൾ ആദ്യം ചൊട്ടയിലെ ശീലം ചുടല വരെയെന്ന് പറഞ്ഞ പോലെ ആദ്യം കൊടുക്കുന്ന നല്ല ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസം, മനുഷ്യരുമായിട്ട് ഇടപഴകിയിട്ടുള്ള, അത് നമ്മുടേതായിട്ടുള്ള തനതായ രീതിയിലൂടെ വളർന്നു വരുമ്പോൾ അതിനുണ്ടാകുന്ന ഒരു നേട്ടം ആ കുട്ടികളും ഈ ഹൈടെക് രീതിയിലുള്ള നഴ്സറി സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെയും കൂടെ ഒന്ന് താരതമ്യം ചെയ്ത് പഠനത്തിന്റെ റിപ്പോർട്ട് വരെ കഴിഞ്ഞ ദിവസം ഒരു കമ്മിറ്റിയിൽ വെച്ചു. അപ്പോൾ എപ്പോഴും മുന്നിൽ നിൽക്കുന്നത് ഈ അംഗൻവാടിയിലൊക്കെ പഠിച്ചു വരുന്ന കുട്ടികളെ എപ്പോഴും അവർ കുറച്ചുകൂടി നന്നായിട്ട് അവരുടെ പ്രകടനത്തിനുമൊക്കെ മുന്നിൽ നിൽക്കുന്നതായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഫാത്തിമ ഖാൻ ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആശാ ശശിധരൻ, അംഗൻവാടി വർക്കർ K റാണി തുടങ്ങിയവർ സംസാരിച്ചു. കഴിഞ്ഞ 2012 ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച ഓണറേറിയം 450 രൂപ ഉടൻ നൽകുക, ICDS സ്വകാര്യവൽക്കരണം പിൻവലിക്കുക, ICDS മിഷൻ നടപ്പിലാക്കാതിരിക്കുക, മിനിമം കൂലി നടപ്പിലാക്കുക, അംഗൻവാടി ജീവനക്കാരെ സർക്കാർ ജീവനക്കാരായി അംഗീകരിക്കുക, പെൻഷൻ വർദ്ധിപ്പിക്കുക, ESI നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് അംഗൻവാടി ജീവനക്കാർ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. അഞ്ചൽ വിദ്യാഭ്യാസ ഉപജില്ല സ്കൂൾ കലോത്സവം കുളത്തൂപ്പുഴ കല്ലുവെട്ടാംകുഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുരോഗമിക്കുന്നു. പരിമിതികൾക്കും പരാധീനതകൾക്കും നടുവിൽ 100 കണക്കിന് വിദ്യാർത്ഥികളാണ് മത്സരത്തിൽ മാറ്റുരയ്ക്കുന്നത്. അഞ്ചൽ വിദ്യാഭ്യാസ ഉപജില്ല സ്കൂൾ കലോത്സവം പുരോഗമിക്കുന്നു. കുളത്തൂപ്പുഴ കല്ലുവെട്ടാൻകുഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് കലോത്സവം നടക്കുന്നത്. നവംബർ 21 വ്യാഴാഴ്ച ആരംഭിച്ച കലോത്സവം 3 ദിവസങ്ങൾ പിന്നിടുമ്പോൾ LP ജനറൽ വിഭാഗത്തിൽ കടമാൻകോട് ട്രൈബൽ LP സ്കൂളും
വയല NVUP സ്കൂളും 14 പോയിന്റുമായി മുന്നിട്ട് നിൽക്കുകയാണ്. UP വിഭാഗത്തിൽ അഞ്ചൽ വെസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 40 പോയിന്റുമായി ഒന്നാമതെത്തി നിൽക്കുന്നു. ഹൈസ്കൂൾ വിഭാഗത്തിലും അഞ്ചൽ വെസ്റ്റ് ഗവൺമെന്റ് ഹൈസ്കൂൾ തന്നെയാണ് മുന്നിലുള്ളത്. 89 പോയിന്റാണ് ഇവർക്ക് ലഭിച്ചത്. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 90 പോയിന്റോടെ അഞ്ചൽ ശബരിഗിരി സ്കൂൾ മുന്നിട്ട് നിൽക്കുകയാണ്. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ അഞ്ചൽ ഈസ്റ്റ് HSS 53 പോയിന്റുമായി രണ്ടാം സ്ഥാനത്തുണ്ട്. കല്ലുവട്ടാൻകുടി ഹയർ സെക്കൻഡറി സ്കൂളിൽ 3 വേദികളും കുളത്തൂപ്പുഴ ടൗൺ ഹൈസ്കൂളിൽ 2 വേദികളും ഉൾപ്പെടെ 5 വേദികളിലായാണ് കലോത്സവം പുരോഗമിക്കുന്നത്. 3-ാം ദിവസമായി ഇന്ന് പ്രധാന വേദിയിൽ കേരള നടനം, നാടോടി നൃത്തം, തിരുവാതിര, സംഘനൃത്തം തുടങ്ങിയ ഇനങ്ങൾ അരങ്ങേറും. വേദി 2-ൽ മാപ്പിളപ്പാട്ട്, ദഫ്മുട്ട്, അറുപനമുട്ട്, കോൽക്കളി തുടങ്ങിയവ അരങ്ങേറുമ്പോൾ വേദി 3 സാക്ഷ്യം വഹിക്കുക മലയാളം, തമിഴ്, കന്നഡ പദ്യം ചൊല്ലലാണ്. വേദി 4-ഉം 5-ഉം കവിത, ഉപന്യാസരചന, ഗസൽ ആലാപനം തുടങ്ങിയ മത്സരങ്ങൾ അരങ്ങേറും. ഇന്ന് രാവിലെ 9 മണിക്ക് പ്രധാന വേദിയിൽ നടന്ന കേരള നടനത്തിന് കാണികൾ ഒഴുകിയെത്തി. മത്സരഫലത്തെ സംബന്ധിച്ച അപ്പീലുമായി നിരവധി മാതാപിതാക്കളും രംഗത്തെത്തിയിട്ടുണ്ട്. വേദികൾ കുറവായതിനാൽ മത്സരങ്ങൾക്കായി നീണ്ട നേരം കാത്തുനിൽക്കണം എന്ന ആക്ഷേപവും ഉയരുന്നു. പ്രധാന വേദി ഒഴികെ മറ്റൊന്നിനും മഴയെ അതിജീവിക്കുവാനുള്ള സൌകര്യങ്ങൾ ഇല്ല എന്നതും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. കുടിവെള്ളത്തിനായി കുടുംബശ്രീ പ്രവർത്തകർ സ്പോൺസർ ചെയ്ത ചെറിയ ക്യാൻ മാത്രമാണ് ഉള്ളത്. ഇതുകൂടാതെ മൂത്രപ്പുര അടച്ചിട്ടതും പൈപ്പിൽ വെള്ളമില്ലാത്തതും നിരാശപ്പെടുത്തുന്നുവെന്ന് കുട്ടികൾ പറയുന്നു. ഇവിടുത്തെ വിദ്യാർത്ഥികൾ വളരെ വിജയപൂർവ്വമാണ് സബ് ജില്ലാ കലോത്സവം നമ്മൾ ഏറ്റുവാങ്ങിയത്. എന്നാൽ ഇവിടെ ഉപയോഗിക്കാൻ പറ്റുന്ന 2 ടോയ്ലറ്റുകൾ പ്രിൻസിപ്പാളിന്റെ നേതൃത്വത്തിൽ തുറന്നു കൊടുത്തിരുന്നത് വിദ്യാർത്ഥികൾക്ക് വേണ്ടി. എന്നാലും കുളക്കണ്ടലിൽ വെള്ളമില്ലാത്തതുകൊണ്ട് കുറച്ച് ടോയ്ലറ്റുകൾ ഉപയോഗിക്കാൻ കഴിയാതെ കിടക്കുകയായിരുന്നു. എന്നാലും ഈ സ്കൂളിലെ സാറിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം സാറുമാർ ഇവിടുത്തെ ബാത്റൂമുകളുടെ ടോയ്ലറ്റുകളുടെ കൂട്ടുകൾ തല്ലിപ്പൊളിച്ചുകയും അതിപ്പോൾ ഉപയോഗിക്കാൻ കഴിയാതെ കിടക്കുകയും ഇനി അങ്ങോട്ട് ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉള്ളത്. 24-ാം തീയതി ശനിയാഴ്ച കലോത്സവം സമാപിക്കും. വൈകിട്ട് 5 മണിക്ക് കല്ലുവട്ടാൻകുടി ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാന വേദിയിൽ നടക്കുന്ന സമാപന സമ്മേളനവും സമ്മാനദാനവും പുനലൂർ MLA അഡ്വക്കേറ്റ് K. രാജു നിർവഹിക്കും. കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C. സുഭിലാഷ് കുമാർ ചടങ്ങിന് അധ്യക്ഷത വഹിക്കും. ഉദയകാലതൊളിതു കൊല്ലനു നദിയെ സ്നാനവമാടിക്കൊണ്ടു ഉദരി തിളക്കവ ഹണയലിട്ടു ചിന്തു ചെല്ലി സൂസി ಹಾಲು ಕರೆದರು ಅಲ್ಲಿ ತುಂಬಿತು ಬಿಂದಿಗೆ ಗಂಗಾಜಾರ ಧೃತರಾಷ್ಟ್ರಂಗೆ ನುಟಿತನು ಕೌರವನ ಹತನ അവനിപതി കേളിതനോ. ന്യൂസ് ബ്യൂറോ, തെന്മല. ചണ്ണപ്പേട്ടയിൽ സൗജന്യ നേത്രപരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. ചണ്ണപ്പേട്ട BMS മോട്ടോർ തൊഴിലാളി യൂണിയന്റെയും അസീസി ആശുപത്രിയുടെ നേതൃത്വത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ചണ്ണപ്പേട്ട BMS മോട്ടോർ തൊഴിലാളി യൂണിയന്റെയും അസീസി ഹോസ്പിറ്റലിന്റെയും നേതൃത്വത്തിൽ സൌജന്യ നേത്രപരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. ചണ്ണപ്പേട്ട പോത്തൻപാറ അസീസി ഹോസ്പിറ്റലിൽ നടന്ന നേത്രപരിശോധന ക്യാമ്പ് BMS ജില്ലാ സെക്രട്ടറി T. രാജേന്ദ്രൻപിള്ള ഉദ്ഘാടനം ചെയ്തു. ജീവിച്ചിരിക്കുന്ന ജനങ്ങളിൽ ഈ പ്രകൃതിയെ ആസ്വദിക്കാനും പ്രകൃതിയെ കാണുവാനും സ്വന്തം മാതാപിതാക്കളെയോ അല്ലെങ്കിൽ കുട്ടികളെയൊക്കെ കാണുവാൻ കഴിയാത്ത രീതിയിലേക്ക് തിമിരം ബാധിച്ച് ജീവിക്കുന്ന ഒരുപാട് ജനങ്ങൾ, അവർക്ക് കാഴ്ചശക്തി ഉണ്ടാക്കി കൊടുക്കുവാനായിട്ട് ഡോക്ടർ സഞ്ജയനാഥനെ പോലുള്ളവർ പരിശ്രമിക്കുമ്പോൾ ഞങ്ങളെക്കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള എല്ലാവിധ 2 വർഷത്തിന് മുമ്പ് കൊല്ലം ആസ്ഥാനമാക്കി 622 പേരുടെ നേത്രദാന സമ്മതപത്രം BMSന്റെ ഈ മോട്ടോർ തൊഴിലാളികളും ചുമട്ടുതൊഴിലാളികളും ഒക്കെ നൽകിയുണ്ടായി. വളരെയധികം ശ്ലാഘിക്കപ്പെട്ടിട്ടുള്ള ഒരു സംഭവമാണ്. BMS ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഏരൂർ മോഹനന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ അസീസി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ റീബ മേരി സ്വാഗതം പറഞ്ഞു. ചടങ്ങിൽ BMS അലയമൺ പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് രാജൻ, പഞ്ചായത്ത് സമിതി അംഗം സുഗതൻ, BMS ചണ്ണപ്പേട്ട ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയൻ കൺവീനർ തങ്കമണി തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ BMS മേഖലാ പ്രസിഡന്റ് തോട്ടത്തിൽ ദിലീപ് കൃതജ്ഞത രേഖപ്പെടുത്തി. നേത്രപരിശോധന ക്യാമ്പിൽ 100 കണക്കിന് ആളുകൾ പങ്കെടുത്തു. ഒരു ദിവസം കൊണ്ട് 120 തിമിര ശസ്ത്രക്രിയകൾ വിജയകരമായി നടത്തി ശ്രദ്ധേയനായ ഡോക്ടർ സഞ്ജയ് രാജിന്റെ നേതൃത്വത്തിലാണ് നേത്രപരിശോധന ക്യാമ്പ് നടന്നത്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ.
പട്ടാഴി ഗ്രാമപഞ്ചായത്തിനും നടുത്തേരി വാർഡ് മെമ്പറിനുമെതിരെ ആരോപണവുമായി BJP പത്തനാപുരം നിയോജക മണ്ഡലം കമ്മിറ്റി രംഗത്ത്. പട്ടാഴി ഗ്രാമപഞ്ചായത്തിൽ ഭരണസ്വാധീനത്തിന്റെ മറവിൽ അധികാര ദുർവിനിയോഗം നടക്കുന്നതായി BJP നിയോജക മണ്ഡലം പ്രസിഡന്റ് സുഭാഷ് പട്ടാഴി വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. പട്ടാഴി നടുത്തേരി വാർഡിൽ വൃദ്ധജനങ്ങൾ അനാഥരായി മാറിയിട്ടും ഉത്തരവാദിത്വപ്പെട്ട ജനപ്രതിനിധികൾ രംഗത്തു വന്നില്ലെന്നും നടുത്തേരി വാർഡിൽ ഉറ്റവരും ഉടയവരുമില്ലാതെ വൃദ്ധമാതാവ് അനാഥമായി കിടന്നിട്ടും ഇത്തരം സംഭവങ്ങളെ ചിലർ രാഷ്ട്രീയ മുതലെടുപ്പിനും വ്യക്തിവിരോധം തീർക്കുന്നതിനുമാണ് ഉപയോഗിച്ചതെന്നും BJP നിയോജക മണ്ഡലം പ്രസിഡന്റ് സുഭാഷ് പട്ടാഴി പറഞ്ഞു. അപ്പോൾ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു പരാതി ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട പോലീസ് സംവിധാനത്തിൽ കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ രണ്ട് മാതാക്കളെ സംബന്ധിച്ചും ഒരു പരാതി കൊടുക്കേണ്ടിയിരുന്നു. പക്ഷെ നമ്മൾ അവിടെ അന്വേഷിച്ചപ്പോൾ നമുക്കറിയാൻ കഴിഞ്ഞ കാര്യം ഈ ഒരു കമലാക്ഷി അമ്മയുടെ അവസ്ഥയിൽ മാത്രം നിലനിന്നിട്ടാണ് ഗ്രാമപഞ്ചായത്ത് അതിന്റെ ഔദ്യോഗിക സ്ഥാനം ഉപയോഗിച്ചുകൊണ്ട് ബന്ധപ്പെട്ട പോലീസ് അധികാരികൾക്ക് പരാതി നൽകിയത്. അത്രത്തോളമായിട്ട് കമലാക്ഷി അമ്മ ഈ സ്ഥിതിയിലാണ്. പക്ഷേ ആ കഴിഞ്ഞ ഒരു 5-6 മാസമായിട്ടും ഇത്തരത്തിലുള്ള പരാതി ബന്ധപ്പെട്ട വാർഡ് മെമ്പറും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും അടക്കം ഉന്നയിക്കുവാനോ ഇതിന് ശക്തമായ നടപടിയെടുക്കുവാനോ അവർ തയ്യാറായി. പട്ടാഴി നടുത്തേരിയിൽ കോൺഗ്രസ് വിട്ട് നിരവധി പേർ BJPയിൽ ചേർന്നതിന്റെ വ്യക്തിവിരോധമാണ് പട്ടാഴിയിൽ BJPക്കെതിരെ ഇപ്പോൾ നടന്നുവരുന്ന ആരോപണമെന്നും ചൂണ്ടിക്കാട്ടി. പട്ടാഴി നടുത്തേരി വാർഡിൽ അഴിമതിയും ദുർഭരണവുമാണ് നടക്കുന്നതെന്നും വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ നടക്കുന്ന അധികാര ദുർവിനിയോഗത്തിനെതിരെ ഓംബുഡ്സ്മാനും പോലീസിനും പരാതി നൽകുമെന്നും BJP നേതാക്കൾ പറഞ്ഞു. പത്തനാപുരം പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ BJP നിയോജക മണ്ഡലം പ്രസിഡന്റ് സുഭാഷ് പട്ടാഴി, രതീഷ് ചന്ദ്രൻ, അനീഷ് കോവൂർ, മണിക്കുട്ടൻ നായർ എന്നിവർ പങ്കുകൊണ്ടു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. അമിത വേഗതയിലെത്തിയ ബൈക്കിടിച്ച് ഓട്ടോറിക്ഷ മറിഞ്ഞു. ചെമ്മന്തൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് സമീപത്താണ് സംഭവം. ഡ്രൈവർ നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. അമിത വേഗതയിൽ റോങ് സൈഡിൽ എത്തിയ ബൈക്കിടിച്ച് ഓട്ടോറിക്ഷ മറിഞ്ഞു. പുനലൂർ ചെമ്മന്തൂർ സ്റ്റേഡിയത്തിന് സമീപം ശനിയാഴ്ച ഉച്ചയ്ക്കാണ് സംഭവം. ഓട്ടോറിക്ഷ 5 അടി താഴ്ചയിലുള്ള വയലിലേക്കാണ് മറിഞ്ഞത്. ചെമ്മന്തൂർ 4-ാം നമ്പർ സ്റ്റാൻഡിലെ ഡ്രൈവർ കോമളംകുന്ന് സീനത്ത് മനസ്സിലിൽ ഷാനവാസ് നിസാര പരിക്കുകളോടെ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. അമിത വേഗതയിലെത്തിയ ബൈക്ക് റോങ് സൈഡിൽ എത്തി ഓട്ടോറിക്ഷയിൽ ഇടിക്കുകയായിരുന്നു. ബൈക്ക് യാത്രക്കാരെ രക്ഷിക്കുന്നതിനിടെയാണ് ഓട്ടോറിക്ഷ വയലിലേക്ക് മറിഞ്ഞത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കരവാളൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ പുതുതായി നിർമ്മിച്ച OP കൌണ്ടർ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. കൊല്ലം DMO ഡോക്ടർ സലീലയാണ് OP കൌണ്ടർ ഉദ്ഘാടനം ചെയ്തത്. കരവാളൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ പുതുതായി നിർമ്മിച്ച OP കൌണ്ടറും രോഗികളുടെ വിശ്രമ സ്ഥലവും ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സലീല രോഗികൾക്കായി തുറന്നു നൽകി. ഹെൽത്ത് സർവീസും ഡോക്ടറും ജീവനക്കാരും പഞ്ചായത്തും HMC എല്ലാം ഒത്തൊരുമിച്ച് പൊതുജനത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നതിൽ ഞാൻ എല്ലാവരെയും ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. നിങ്ങൾ ഈ പഞ്ചായത്തും ഈ PHCയും ഈ ജില്ലയിലെ മറ്റ് സ്ഥാപനങ്ങൾക്കെല്ലാം ഒരു മാതൃകയായി തീർന്നിരിക്കുകയാണ്. പ്രാഥമിക ആരോഗ്യ കേന്ദ്ര അങ്കണത്തിൽ നടന്ന ഉദ്ഘാടന സമ്മേളനത്തിന് കരവാളൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശോശാമ ഉമ്മൻ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസി രാജു ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാന മലിനീകരണ ബോർഡിന്റെ മികച്ച പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിനുള്ള പുരസ്കാരം കരവാളൂർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് ലഭിച്ചിരുന്നു. കൂടാതെ സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെ കേരള അക്രഡിറ്റേഷൻ സ്റ്റാൻഡേർഡ് ഫോർ ഹോസ്പിറ്റൽ പുരസ്കാരവും കരവാളൂർ ഗ്രാമപഞ്ചായത്തിനെ തേടിയെത്തിയ സാഹചര്യത്തിൽ DMO ആശുപത്രിയിലെ വികസന പ്രവർത്തനങ്ങൾ നേരിട്ട് കണ്ട് വിലയിരുത്തി. OP, ഫാർമസി, ഡ്രസ്സിംഗ് റൂം, ഇഞ്ചക്ഷൻ റൂം, സ്ത്രീകളെ പരിശോധിക്കുന്നതിനുള്ള അണുവിമുക്തമായ പ്രത്യേക വാർഡ് എന്നിവ നേരിട്ട് കണ്ട് വിലയിരുത്തി. ലാബിന്റെ കണക്ഷൻ അപ്പുറത്തുണ്ട്. അല്ല വേണം, നമുക്ക് പുറത്തിറങ്ങണം. ലാബുമായിട്ട് ഇതിന് അത് നെറ്റ് അടിക്കാൻ വേണം. അന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ എനിക്ക് ഇതിനുള്ള പണ്ടേ കൊള്ളായിരുന്നു. പണ്ടല്ല എനിക്ക് എന്നാലും വേണം അത് ഈ ഹോസ്പിറ്റലിൽ ഇഞ്ചക്ഷൻ കാട്ട നോക്കും വേണം. ഇങ്ങനെ വെക്കണം, നമ്മൾ ഓരോന്നും ഇങ്ങനെ വെക്കണം. പിന്നെ മെർക്കുറി സ്പിൽ കിറ്റ്, എമർജൻസി ട്രേ, ബ്ലഡ് സ്പിൽ കിറ്റ്, അതൊക്കെ ഈ ക്യാഷിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പൊ എങ്ങനെ BP അത് വന്നാൽ അത് പെട്ടെന്ന്
ബ്ലഡ് സ്കിൽ താഴെ എങ്ങനെ പേഷ്യൻ്റ് ഇപ്പം ബിൽഡ് ചെയ്ത് വന്നാൽ അത് ഉടനെ അത് ബ്ലഡ് സ്കിൽ കിട്ടുന്നുള്ളത് വേണം. അതിൻ്റെ മാസ്കിൻ്റെ ഡിസിൻഫെക്റ്റൻസ് ചെയ്യാനായിട്ടുള്ള അതെല്ലാം. ഉദ്ഘാടന സമ്മേളനത്തിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുരേഷ് കുമാർ, ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ബി പ്രമീള കുമാരി, വാർഡ് മെമ്പർമാരായ സരോജാദേവി, UK ഷാനവാസ് ഖാൻ, A ഗോപി തുടങ്ങിയവർ സംസാരിച്ചു. HMC അംഗങ്ങൾ, ആശാപ്രവർത്തകർ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. KSU പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് യൂണിറ്റ് സമ്മേളനം സമാപിച്ചു. പത്തനാപുരം കല്ലുംകടവിൽ നിന്നും ആരംഭിച്ച വിദ്യാർത്ഥി റാലിയോടെയാണ് സമ്മേളന നടപടികൾ സമാപിച്ചത്. കേരള വിദ്യാർത്ഥി യൂണിയൻ സെന്റ് സ്റ്റീഫൻസ് യൂണിറ്റ് സമ്മേളനം പത്തനാപുരം ടൌണിൽ നടന്ന പ്രകടനത്തോടെ സമാപിച്ചു. യൂണിറ്റ് സമ്മേളനവും റാലിയും കോൺഗ്രസ് നേതാവ് U നൌഷാദ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് റിജു K ജെയിംസ് അധ്യക്ഷത വഹിച്ചു. KSU ബ്ലോക്ക് പ്രസിഡന്റ് അജീഷ് മുഹമ്മദ്, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷക്കീം, അൻവർ, പുന്നല ബൈജു, ഷമീർ ഇടത്തറ, യദു കൃഷ്ണൻ, സൂര്യനാഥ് എന്നിവർ സംസാരിച്ചു. വളർന്നു വരുന്ന വിദ്യാർത്ഥി കാലഘട്ടത്തിൽ വിദ്യാർത്ഥികൾക്ക് ആശയവും ആവേശവുമായി നിലകൊള്ളുന്നത് കേരള വിദ്യാർത്ഥി യൂണിയനാണ്. ഇതിന്റെ സ്ഥാപകരെന്ന് പറയുന്നത് ഉമ്മൻചാണ്ടിയും വയലാർ രവിയും AK ആന്റണിയും അടക്കമുള്ള നേതാക്കന്മാർ ഇന്ന് കേരളവും കേന്ദ്രവും ഭരിക്കുമ്പോൾ കേരള വിദ്യാർത്ഥി യൂണിയന്റെ പ്രവർത്തന മേഖല കേരളത്തിൽ മാത്രമല്ല ഓൾ ഇന്ത്യ ബേസിൽ നാഷണൽ സ്റ്റുഡൻസ് യൂണിയന്റെ നേതൃത്വത്തിൽ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. വടമൺ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നടന്നുവന്ന 10ാമത് ഭാഗവത സപ്താഹയജ്ഞം സമാപിച്ചു. വടമൺ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നടന്നുവന്ന 10ാമത് ഭാഗവത സപ്താഹയജ്ഞത്തിന് സമാപനമായി. സപ്താഹയജ്ഞത്തിന്റെ ഭാഗമായി നടന്നുവന്ന അവമൃത സ്നാനഘോഷയാത്രയോടെയാണ് സമാപനമായത്. ക്ഷേത്രസന്നിധിയിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്രയ്ക്ക് വടമൺ പള്ളിവേട്ടക്കാവ് കിഴക്കേ പള്ളിമുക്ക് വഴി ക്ഷേത്രസന്നിധിയിൽ സമാപിച്ചു. അവമൃത സ്നാന ഘോഷയാത്രയ്ക്ക് ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റ് രാജേന്ദ്രൻ പിള്ള, സെക്രട്ടറി മോഹൻകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഭാഗവത രത്നം മണികണ്ഠൻ പള്ളിക്കലിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് കഴിഞ്ഞ 7 ദിവസങ്ങളായി സപ്താഹയജ്ഞം നടന്നത്. സപ്താഹയജ്ഞത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ നടന്നുവന്ന വിശേഷാൽ പൂജകൾക്ക് ക്ഷേത്രം മേൽശാന്തി സുബ്രഹ്മണ്യൻ പോറ്റി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. പട്ടാഴി ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനെതിരെ ആരോപണവുമായി പ്രദേശവാസി രംഗത്ത്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തന്നെ അകാരണമായി വേട്ടയാടുകയാണെന്ന് പ്രദേശവാസിയായ ചന്ദ്രശേഖരൻ പിള്ള ആരോപിച്ചു. പട്ടാഴി ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പുതുശ്ശേരി ഗോപാലകൃഷ്ണനും നടുത്തേരി വാർഡ് മെമ്പർ മോളി രാജനുമെതിരെ സ്ഥലംവാസിയായ ചന്ദ്രശേഖരൻ പിള്ള ആരോപണവുമായി രംഗത്ത്. മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പുതുശ്ശേരി ഗോപാലകൃഷ്ണൻ തന്നെ അകാരണമായി വേട്ടയാടുകയാണെന്നും സമൂഹമധ്യത്തിൽ കരിവാരി തേക്കാനും അപകീർത്തിപ്പെടുത്തുവാനുമാണ് വയോവൃദ്ധയുടെ വസ്തുവും വീടും തട്ടിയെടുത്തതായി ആരോപണം ഉന്നയിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഉറ്റവരും ഉടയവരും ഉപേക്ഷിച്ച വൃദ്ധയുടെ വസ്തുവും വീടും താൻ വാങ്ങിയിട്ടില്ലെന്നും മോളി രാജനും പുതുശ്ശേരി ഗോപാലകൃഷ്ണനും തന്നെ സമൂഹമധ്യത്തിൽ താറടിക്കാൻ ശ്രമിക്കുകയാണെന്നും ആരോപണ വിധേയനായ പട്ടാഴി താഴത്തുവടക്ക് ചൈതന്യയിൽ രാമചന്ദ്രൻ പിള്ള പത്തനാപുരം പ്രസ് ക്ലബ്ബിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ, അതായത് ഞാൻ അവരുടെ വസ്തു വാങ്ങിച്ചു, അവരെ ജീവിതകാലം മൊത്തം അവരുടെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കൊള്ളാമെന്നാണ് പേപ്പറിൽ വന്ന് എനിക്ക് മനസ്സിൽ, ഞാൻ സ്ഥലത്തില്ലായിരിക്കും, പേപ്പറിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. വസ്തു വാങ്ങിക്കാത്ത അല്ലെങ്കിൽ ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത എന്നെ എനിക്കെതിരെ പോലീസിൽ ഒരു പരാതി കൊടുത്തത് എന്തിനു വേണ്ടിയാണ് എന്ന് എനിക്ക് വളരെ ആകാംക്ഷയോടെ അറിയേണ്ടതായിരുന്നു. കാരണം എനിക്കെതിരെയുള്ള വ്യക്തിവൈരാഗ്യം കഴിഞ്ഞ 10-12 വർഷം കൊണ്ട് ഈ പറയുന്ന പുതുശ്ശേരി ഗോപാലകൃഷ്ണൻ പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കുന്ന സമയം മുതൽ എനിക്കെതിരെ തുടങ്ങിയിരിക്കുന്ന ഒരു യുദ്ധത്തിൻ്റെ കൂട്ടുള്ള ഒരു പരിപാടി. ഇത് എന്തിനു വേണ്ടിയാണെന്ന്, ആർക്ക് വേണ്ടിയാണെന്ന് എനിക്ക് നടക്കാക്കണം. എന്തിനു വേണ്ടി, ആർക്ക് വേണ്ടി ഇങ്ങനെ ഒരു യുദ്ധം എനിക്കെതിരെ ഒരു വ്യക്തി വൈരാഗ്യം വെച്ച് പുലർത്തുന്നു ഈ പുതുശ്ശേരി ഗോപാലകൃഷ്ണൻ എന്ന് എനിക്ക് അറിയണമെന്ന് വളരെ താല്പര്യമുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാറ്റിലും മഴയിലും തെന്മ
തെന്മലയിൽ വീടിന് മുകളിലേക്ക് മരച്ചില്ല വീണ് വീട് പൂർണ്ണമായും തകർന്നു. കൈക്കുഞ്ഞുൾപ്പെടെ അമ്മയും മകളും രക്ഷപ്പെട്ടു. അഞ്ചൽ വിദ്യാഭ്യാസ ഉപജില്ലാ സ്കൂൾ കലോത്സവം പുരോഗമിക്കുന്നു. കരവാളൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ OP കൌണ്ടർ DMO പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.